ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോൺ ഹിന്ദി സ്പീക്കിംഗ് മലയാളീസ് നോർത്ത് ഇന്ത്യയിൽ എങ്ങനെ കഴിച്ചോടും ഇതറിയാം കേട്ടോ. ഇവിടെ 4 ചെറുപ്പക്കാർ മീററ്റിലെ ഒരു മാർക്കറ്റിൽ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വന്നവരാണ്. ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട അനുഭവമാണ് കേട്ടോ. ഞാൻ മീററ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പം 4 ആൾ കൂടിയിട്ട് ഒരു മാർക്കറ്റിൽ വരുന്നു. അവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി വാങ്ങിക്കുന്നു. അവസാനം അവർക്ക് മീൻ വാങ്ങണം എന്നുണ്ട്. അപ്പം മീൻ വാങ്ങണമെങ്കിൽ അത് ചോദിക്കാൻ, അതിൻ്റെ വില ചോദിക്കാൻ, തരം ചോദിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഇവരുടെ 4 പേരിൽ നമുക്ക് പേരറിയില്ലല്ലോ. ABCD എന്ന് എടുക്കാം. എ ചോദിക്കാണ്, വരൂ നമുക്ക് കുറച്ച് മീൻ വാങ്ങാം. ആയിയെ കുച്ച് മച്ഛലിയ ഖരീദേ. ഹം കുച്ച് മച്ഛലിയ ഖരീദേ. വരൂ നമുക്ക് കുറച്ച് മീൻ വാങ്ങാം. ആയിയെ കുച്ച് മച്ഛലിയ ഖരീദേ. വരൂ നമുക്ക് കുറച്ച് മീൻ വാങ്ങാം. അപ്പൊ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. അവർക്ക് മീൻ കാണുമ്പോൾ കൊതിയുണ്ടാകും. കേരളത്തിൽ നിന്ന് പോയവർക്ക് പ്രത്യേകിച്ചും മീനിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണല്ലോ. അപ്പൊ അവിടെ മീൻ മാർക്കറ്റ് കണ്ടപ്പോൾ മീൻ വാങ്ങാന്നുള്ളൊരു തോന്നൽ അവർക്ക്. പക്ഷെ അത് ചോദിച്ച് വാങ്ങാൻ അറിയാത്തത് കൊണ്ടുള്ള ഒരു പരിങ്ങലാണ് ഇവിടെ. ബി എന്നേരം പറയണം, വാങ്ങാം പക്ഷേ എങ്ങനെ ചോദിക്കും. ഖരീദ് തോ സക്തേ ഹൈ ലേക്കിൻ മാംഗേ കൈസെ. ഖരീദ് തോ സക്തേ എന്ന് പറഞ്ഞാൽ വാങ്ങാമായിരുന്നു. ലേക്കിൻ മാംഗേ കൈസെ എങ്ങനെ ചോദിക്കും. മാങ്കന എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക. നമ്മൾ ചോദിച്ച് വാങ്ങണ്ട, അതിനാണ് നമ്മൾ മാങ്കന എന്ന് പറയും കേട്ടോ. മാങ്കേ എങ്ങനെ ചോദിക്കും. ലേക്കിൻ മാങ്കേ കൈസെ എങ്ങനെ ചോദിക്കും. മീൻ വാങ്ങാൻ അത് ചോദിക്കാൻ അറിയില്ല, എങ്ങനെയാ ചോദിക്കുക. ഖരീദ് തോ സക്തേ ലേക്കിൻ മാങ്കേ കൈസെ. അപ്പം ബി സിയോട് പറയാ, രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളോട്, എടാ നീ ചോദിക്ക്. ബി സി സെ. സിയോട് എന്ന് പറയുന്നത് എന്താ പറയാ, സി സെ. ഡിയോട് എന്ന് പറയണമെങ്കിലോ ഡി സെ. ആരോടാണോ അവരോട് കൂടി സേ പറഞ്ഞാൽ മതി. സി സെ. മോഹൻ സെ എന്ന് പറയണമെങ്കിൽ മോഹനോട്. യാർ തും പൂച്ചോ. യാർ തും പൂച്ചോ. യാർ എന്ന് പറയുന്നത് ഇടാ എന്നുള്ള. തും പൂച്ചോ നീ ചോദിക്കും. അങ്ങനെ ഉണ്ടാവുമല്ലോ. നമുക്ക് ഒരു ഭാഷ അറിയില്ലെങ്കിൽ ഇടാ നീ ചോദിക്കും, നീ ചോദിക്കും, നീ ചോദിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ട് കളിക്കും. യാർ തും പൂച്ചോ, എടാ നീ ചോദിക്കും. ബി സി സെ. യാർ തും പൂച്ചോ. നീ 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചിട്ടില്ല, അതിനൊരു കാരണം കൂടി കൊടുക്കുക. തും 10वीं कक्षा तक ഹിന്ദി സീഖാ ഹൈ നാ. 10ാം ക്ലാസ് വരെ പഠിച്ചവൻ ഹിന്ദി സംസാരിക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പം പറയുന്നത്. ഈ പറഞ്ഞ കക്ഷി ചിലപ്പം 10ാം ക്ലാസ് വരെ ഒന്നും ഹിന്ദി പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവനെ തള്ളിവിടുന്നത്. നീ 10 വരെ പഠിച്ചിട്ടുണ്ടല്ലേ, നീ പോയി ചോദിക്കേ. തും 10वीं कक्षा तक ഹിന്ദി സീഖാ ഹൈ നാ. 10वीं कक्षा എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് തക്ക് വരെ. ഹിന്ദി സീഖാ ഹൈ നാ, ഹിന്ദി പഠിച്ചിട്ടില്ലേ. നീ 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചിട്ടില്ലേ. അപ്പം ഇവൻ പറയാ, അതിൽ കർത്താവും കർമ്മവും ക്രിയയും അല്ലാതെ മറ്റൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഉസ്മേ കർത്ത കർമ്മ और क्रिया के अलावा कुछ और नहीं सिखाया. നമുക്കറിയാലോ, പഠിക്കുന്ന സമയത്ത് ഗ്രാമറിലാണ് അവർ കുറെ ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, പ്രാധാന്യം കൊടുക്കുക. സ്പോക്കൺ ഹിന്ദിയുടെ ഒരു സെന്റൻസ് പോലും ഒരിക്കലും സംസാരിക്കാൻ പഠിപ്പിക്കില്ല. ഉസ്മേ കർത്ത കർമ്മ और ക്രിയ, കർത്താവും കർമ്മവും ക്രിയ അല്ലാതെ, അലാവ അതല്ലാതെ മറ്റൊന്നും, കുച്ചോർ നീ സിഖായ മറ്റൊന്നും പഠിപ്പിച്ചിട്ടില്ല. സി ഡിയോട്. അപ്പൊ സി ഡിയോട് പറയണം. സി ഡി എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ പേരാട്ടോ. എടോ നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ. ക്യാ തുമേ അംഗ്രേജി നീ ആത്തി. സി ഡിയോട് എന്ന് പറയുന്നത് എങ്ങനെയാ, സി ഡി സേ. സേ എന്ന് പറഞ്ഞാൽ ഓട് എന്നുള്ള അർത്ഥം കേട്ടോ. സി ഡി സി എന്ന് പറഞ്ഞാൽ സി ഡിയോട്. ക്യാ തുമേ അംഗ്രേജി നീ ആത്തി. നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ എന്ന് വെച്ചാൽ കുറച്ച് ഇംഗ്ലീഷിൽ ചോദിച്ചൂടെ എന്നുള്ള പറയുന്നത്. തുമേ അംഗ്രേജി നീ ആത്തി, നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ. പറയാ, മീൻ കച്ചവടക്കാർക്ക് ഇംഗ്ലീഷ് അറിയുമോ. അപ്പം സാധാരണ കുറച്ച് ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരൊന്നും ഈ ഇത്തരം ജോലിക്കല്ല ഇരിക്കുക എന്നുള്ളതിലാണ് അവർ പറയുന്നത്. ക്യാ മച്ചുവാരെ അംഗ്രേജി ജാനത്തെ. മച്ചുവാര എന്ന് പറഞ്ഞാൽ മീൻ വിൽക്കുന്ന ആള്, മീൻ പിടിക്കുന്ന ആളെന്നൊക്കെ പറയുന്നതാണ് മച്ചുവാരെ. മത്സ്യത്തൊഴിലാളിയില്ലേ, മത്സ്യത്തൊഴിലാളികൾക്കാണ് മച്ചുവാര എന്ന് പറയുന്നത്. മച്ചുവാരയ്ക്ക് ഇംഗ്ലീഷ് അറിയാൻ പറ്റുമോ, ഒരു സംശയം പറയാം. ക്യാ മച്ചുവാരെ അംഗ്രേജി ജാനത്തെ ഹെ. അവർക്ക് ഇംഗ്ലീഷ് അറിയണ്ടാവോ. ക്യാ മച്ചുവാരെ അംഗ്രേജി ജാനത്തെ. ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ. അപ്പം ഡി എന്ന് പറഞ്ഞാൽ ഒരു അഭിപ്രായം പറയാം. ഷായത് ഹംസേ ബി ജാത. ചിലപ്പോൾ നമ്മളെക്കാളും നന്നായിട്ട് അവർക്ക് അറിയണ്ടാവും അല്ലെ. ഒരു പണി നോക്കിയിട്ട് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് അനുമാനിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഈ മീൻ വിൽക്കുന്നവർക്കും നല്ല ഇംഗ്ലീഷ് അറിയുന്നവരായിരിക്കും. ഷായത് ഒരുപക്ഷെ, ഹംസേ നമ്മളെക്കാൾ, ജാത കൂടുതൽ, ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ അറിയും. നോക്കൂ, ആ നിൽക്കുന്ന ചേച്ചിമാരെല്ലാം മലയാളികളാണ്. അപ്പോൾ ഒരു പറ്റം മലയാളി കുട്ടികൾ അവിടെ നിന്നിട്ട് എന്തോ ഷോപ്പിംഗ് ചെയ്യുക, സംസാരിക്കുക എന്തൊക്കെയാണ്. അപ്പോൾ അവർ ഇവരെ നോക്കിയിട്ട് പറയും, അവർ മലയാളം പറയുന്നത് കേട്ട് കാണുമല്ലോ. ദേക്കോ
वो जो दीदी लोग खड़ी है सब മലയാളിയാ. ആ ചേച്ചിമാർ നിൽക്കുന്നത് കണ്ടോ, അവരെല്ലാം മലയാളികളാ. സബ് മലയാളി എന്ന് പറഞ്ഞാൽ എല്ലാവരും മലയാളികളാണ്. ജോ ദീദി ലോഗ്, ദീദി എന്ന് പറഞ്ഞാൽ ചേച്ചിയാണ്. ആ നിൽക്കുന്ന ചേച്ചിമാർ, वो जो दीदी लोग खड़ी है, खड़ी എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന, ആ നിൽക്കുന്ന ചേച്ചിമാരെല്ലാം മലയാളികളാണ്. നിനക്ക് എങ്ങനെ അറിയാം? തുമേ കൈസെ മാലൂം, അവർ മലയാളികളാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? സി ചോദിക്കുക. തുമേ കൈസെ മാലൂം, നിനക്ക് എങ്ങനെ അറിയാം അവർ മലയാളികളാണ്? എന്തെങ്കിലും ഒരു പ്രൂഫ് വേണ്ടേ മലയാളിയാണോ എന്നുള്ളത്. മുഖം നോക്കിയിട്ട് മാത്രം നമുക്ക് മലയാളിയാണോ നോർത്ത് ഇന്ത്യക്കാരിയാണോ യു പിക്കാരിയാണോ ഒന്നും അറിയില്ലല്ലോ. അപ്പം നിനക്ക് എങ്ങനെ അറിയാം അതിന് ഇവൻ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നതിന്. അറിയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ അവർ മലയാളം സംസാരിക്കുന്നത് കേട്ടു. അപ്പം അവൻ പറയാ മേനെ ഉന്നെ മലയാളം ബോൾത്തേ സുന. മേനെ ഞാൻ, ഉന്നെ അവര്, മലയാളം ബോൾത്തേ മലയാളം സംസാരിക്കുന്നത് കേട്ടു. സുന, മേനെ ഉന്നെ മലയാളം ബോൾത്തേ സുന എന്ന് പറഞ്ഞാൽ ഞാൻ അവർ മലയാളം പറയുന്നത് കേട്ടു. അപ്പം ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം പറയുന്ന കുറച്ച് ആൾക്കാരെ കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാം അവർ മലയാളികളായിരിക്കുമെന്ന്. എങ്കിൽ നീ ചോദിക്കേ, ഫിർ തും പൂച്ചോ. അപ്പം അവർ മലയാളികളാണെങ്കിൽ നീ ചോദിച്ചോളൂ. ഫിർ തും പൂച്ചോ, എങ്കിൽ നീ ചോദിക്കേ. ഫിർ എന്ന് പറഞ്ഞാൽ എങ്കിലാണ് അവിടെ അർത്ഥം. ആ സിറ്റുവേഷൻ അനുസരിച്ച് അതിന് മീനിങ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ ഫിർ എന്ന് പറഞ്ഞാൽ എങ്കിൽ. തും പൂച്ചോ, നീ ചോദിക്കേ. ഇപ്പം മലയാളികളാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ പോയി ചോദിക്കും. അവർ എന്ത് വിചാരിക്കും? വേ ക്യാ സോച്ചെങ്കിൽ. അവർ എന്ന് പറഞ്ഞാൽ വേ, വഹിന്റെ ഫുൾ ഫോം ബഹുവചനാണ് അത്. വഹിന്റെ ബഹുവചനാണ് വേ. വഹ് എന്ന് പറഞ്ഞാൽ അവൻ, വേ എന്ന് പറഞ്ഞാൽ അവർ. അവർ എന്ത് വിചാരിക്കും? ക്യാ സോച്ചെങ്കിൽ, എന്ത് വിചാരിക്കും? ക്യാ സോച്ചെങ്കിൽ, അവർ എന്ത് വിചാരിക്കും? വേ ക്യാ സോച്ചെങ്കിൽ, അവരെന്ത് വിചാരിക്കും? നമ്മളെ മീൻ വാങ്ങാൻ സഹായിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ വിചാരിക്കുക? ഒരു നാണക്കേട്. അവർ നമ്മളെ കളിയാക്കിയാലോ? യദി വേ ഹമാര മജാക് ഉഡായേ ഥോ. യദി വേ, യദി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, അവർ നമ്മൾ കളിയാക്കിയാലോ, കളിയാക്കിയെങ്കിൽ എന്താവും? യദി വേ ഹമാര, നമ്മളെ, മജാക്കുഡാന എന്ന് പറഞ്ഞാല് നമ്മളെ കളിയാക്കുന്നതിനാണ് പറയാ മജാക്കുഡാന. മജാക്കുഡായേ തോ, നമ്മളെ കളിയാക്കിയാലോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഐസി കോയി ബാത് നഹീ ഹോഗി, ഐസി കോയി ബാത് നഹീ ഹോഗി, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഐസി എന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ടോ. കോയി ബാത്തിന്, ഒരു അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അവരെന്തിനും നമ്മളെ കളിയാക്കണം, അവരും ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരു സംശയം നമ്മുടെ മനസ്സിൽ വരുമല്ലോ. നമ്മൾ ചോദിക്കുന്നത് പറയും, ചിന്തിക്കും, അവരങ്ങനെയൊന്നും വിചാരിക്കുന്നുണ്ടാവില്ല, മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ. ചേച്ചി മലയാളിയല്ലേ? അപ്പോൾ എന്തായാലും ധൈര്യം സംഭരിച്ച് അവരുടെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുക, ചേച്ചി മലയാളിയല്ലേ? ദീദിക്ക് ആപ്പ് മലയാളി ഹേ. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ പോയിട്ട് അവരോട് അങ്ങ് ചോദിക്കുക, ചേച്ചിമാരോട് ചോദിക്കുക, ദീദി ആപ്പ് മലയാളി ഹേ, മലയാളി ഹേ ക്യാ, അങ്ങനെയും ചോദിക്കട്ടോ. ഹേ ക്യാ എന്ന് ചോദിച്ചാലും ഹേ എന്ന് പറഞ്ഞാലും ഒക്കെ മീനിങ് ഒന്ന് തന്നെയാണ്. ദീദിക്ക് ആപ്പ് മലയാളിയെ, ചേച്ചി നിങ്ങൾ മലയാളിയാണോ? അപ്പം സംശയം തീർക്കുക. ഞങ്ങളെ ഒന്ന് മീൻ വാങ്ങാൻ സഹായിക്കുമോ? ക്യാ ആപ്പ് ഹമേ മച്ഛലി ഖരീദനെ മേ മദദ് കർ സക്തേ ഹൈ. നിങ്ങൾ ഞങ്ങളെ മീൻ വാങ്ങാൻ സഹായിക്കുമോ? ക്യാ ആപ്പ്, താങ്കൾ, ഹമേ ഞങ്ങളെ, മച്ഛലി മീൻ, ഖരീദനെ മേ വാങ്ങാൻ, മദദ് കർ സക്തേ ഹൈ, മദദ് കർന എന്ന് പറഞ്ഞാൽ സഹായിക്കുക. മദദ് കർ സക്തേ വാങ്ങാൻ സഹായിക്കുമോ? ക്യാ ആപ്പ് ഹമേ മച്ഛലി ഖരീദനെ മേ മദദ് കർ സക്തേ ഹൈ. അപ്പോൾ അവർ ദീദിമാർ പറയാ, ചേച്ചിമാർ പറയാ, തീർച്ചയായും, ബിൽക്കുൽ. ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ശരി ഞങ്ങൾ സഹായിച്ചോളാം. ശേഷം അടുത്ത വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഇടുന്നതായിരിക്കും. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അത്. എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ.